അടുത്തതായിട്ട് വേദിയിലെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് എത്തുന്നു നമ്മുടെ അക്ഷര നഗരിക്ക് അഭിമാനമാവാൻ കോട്ടയം സുഭാഷ്. സുഭാഷേ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് സ്പെഷ്യൽ ആക്കാൻ പോകുന്നത്? സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമുണ്ട്, പിന്നെ കുറച്ച് സൗണ്ട് എഫക്റ്റുകൾ. ഓക്കെ, സൗണ്ട് എഫക്ട്സ് ഉണ്ട്. ശരി, തുടങ്ങുമല്ലേ എന്നാ? തുടങ്ങാം. ശരി, ആദ്യം എന്താണ്? ആദ്യം നമുക്ക് കട്ടപ്പനയിലെ ഋതിക് റോഷനിലൂടെ ഒക്കെ വന്ന നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ശബ്ദം. ഓക്കെ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. എന്താ മനുഷ്യേട്ടാ മനുഷ്യേട്ടാ രേണചേട്ടായി നിങ്ങളെ കൊണ്ടാണ് ഞാൻ ഇറങ്ങിയാക്കണ. സാറിന് അടുത്ത പടത്തിലൊരു വിഷമൊന്നും ഒരുക്കി ഞാൻ ഈ ചെറുക്കണൊക്കെ എന്തോരം കുത്തുറന്നാലും ഒടുക്കത്തെ ക്ലാമറാന്നേ. അതൊക്കെ വല്ല ഫോട്ടോഷോപ്പിലും ചെയ്ത് ആർക്കടവേ. നിന്റെ പേരെന്നാടാ? നാസപ്പൻ. അയ്യോ ദാരിദ്ര്യം. ഓക്കെ, അടുത്തതാരാണ്? അടുത്ത നമുക്ക് ജോയ് മാത്യുവിന്റെ ശബ്ദം. ഓക്കെ, ജോയ് മാത്യു. ജോയ് മാത്യുവിന്റെ അപ്പൊ രണ്ട് വോയിസ് ഉണ്ട്, രണ്ട് പടത്തിലുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പ്രൈസ് ദി ലോർഡ് എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. ഓക്കെ. ഞാൻ കരിമണ്ണൂർ കടുവ കുഞ്ഞേൽ കുഞ്ഞുട്ടി, ഇതെൻ്റെ മൂത്ത മക്കളാണ് സോണിക്കുട്ടിയും ശിവക്കുട്ടിയും. പള്ളിമതിലെക്കുറിച്ച് നല്ല എ ക്ലാസ് കുടുംബം ഞങ്ങളുടേത്. 150 ഏക്കർ അവറും ചെറുക്കനെ കൂടി ഓസിന് അടിച്ചെടുക്കാൻ അവളാണെങ്കിൽ നടക്കത്തില്ല. ഈ കുഞ്ഞുട്ടി അതിന് സമ്മതിക്കില്ല. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ചിത്രത്തിലെ ജോയ് മാത്യുവിന്റെ കുമരങ്കരി എന്ന് തുടങ്ങുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആമേൻ എന്ന ചിത്രം. ഓക്കെ, ആമേനിലെ ഡയലോഗ്. കുമരങ്കിരി പള്ളി പൊളിച്ചു പണിയണം, പള്ളി മാറ്റി പിരിച്ചു വിടണം, സോളമനെ കൊണ്ട് ശോഷനെ കല്യാണം കഴിപ്പിക്കണം. എനിക്ക് അന്തിമ തീരുമാനങ്ങളെടുക്കുന്നത് ഫാദർ ഒറ്റപ്പിളാക്കനാണ്, അല്ലാതെ വട്ടോളിയില്ല. വട്ടോളി ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രതിപുരുഷനാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പള്ളി വരുന്ന ജീൻസ് ഇട്ടുകൊണ്ടാണോ നാളെ വരുമ്പോൾ ലോഹ ഇട്ടുകൊണ്ട് വരണം. അടിപൊളി. ഓക്കെ, ഇനി അടുത്തതാരാണ്? ഇനി നമുക്ക് സിദ്ദിഖ് ലാലിന്റെ ശബ്ദം. ഓക്കെ. കാര്യം പളക് പോലൊരു മനസ്സാം അമ്പാടത്തോടെയും സംബന്ധങ്ങളിലേക്കുള്ള യോഗ്യതയൊന്നും സഹിക്കില്ലെന്നറിയാം. പക്ഷേ വാർത്ത കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റായി. എത്ര ഉള്ള ഡോക്ടറായാലും ചാപ്പറച്ചായിട്ട് കേൾക്കും. ഇനി ചാപ്പറച്ചതിലും തൊട്ടുണ്ടെങ്കിൽ സാറസ് പറഞ്ഞിട്ടില്ല. എനിക്ക് കൊടുക്കുന്ന ക്ലാമറാണ് പന്നി. ഓക്കെ, ഇനി നമുക്ക് ഒരു പഴയ ഡയലോഗാണ്, എന്നാലും പ്രേം നസീറിന്റെ ഒരു ശബ്ദം. പഴയൊരു ഈ അമ്മയുടെ പുൻമോൻ ബന്ധമ്മേ, ഔപചാരികമായ സന്ദർഭത്തിൽ നിങ്ങളൊക്കെ കാണുവാനും നിങ്ങളുമായി സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വെള്ളമുണ്ട്, കൈലിമുണ്ട്, കാവുമുണ്ട്. ബാവുമോനെ, നീ അങ്ങോട്ട് പോവില്ലേ? അവിടെ ഭയങ്കര കൊക്കയാണ്. പോയോ? ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാർസ് ഉണ്ടോ? നമുക്ക് കുറച്ച് സൗണ്ട് എഫക്റ്റിലേക്ക് പോകാം. ഓക്കെ. നമ്മുടെ നിത്യ ജീവിതത്തിൽ ഫ്ലാറ്റുകളുടെയും വില്ലകളുടെയും സ്ഥാനം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ സ്വന്തം നാട്ടിൻ പുറത്ത് താമസിക്കുന്നതിൻ്റെ ഒരു സുഖവും സൗകര്യവും ഒരിക്കലും നമുക്കൊരു ഫ്ലാറ്റിലും വില്ലയിലും നമുക്ക് കിട്ടില്ല. അത്തരത്തിൽ പുതുതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റിൻ്റെ വർക്കിംഗ് സൈഡിലേക്ക് നമുക്ക് എത്തി നോക്കാം. അപ്പോൾ അവിടെ ഒരു കാർപ്പൻ്റർ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഫ്ലൈവുഡ് മുറുക്കി നിൽക്കുന്നു. ഓക്കെ. തൊട്ടടുത്ത മുറിയിൽ ഇലക്ട്രിക് ജോലി എന്ന ജോലിക്കാരൻ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഭിത്തിക്ക് ഹോൾ ഇടുന്നു നോക്കും. ഓക്കെ. തൊട്ടടുത്ത മുറിയിൽ ഇവർക്കെല്ലാം ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ത്രീ തേങ്ങ ചിരണ്ടെന്നെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാരൊക്കെ തേങ്ങ തീർന്നതിന് ശേഷം അതിൻ്റെ ചിരട്ടയും കൂടെ ഒരു ശകലം ചിരണ്ടിയിടും. വർത്താനം പറയുന്ന ചിലപ്പോൾ സീരിയലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശകലവും കൂടെ ചിരണ്ടിയിടാറ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് രാത്രി സമയങ്ങളിൽ ഇഷ്ടമുള്ള സമയം എത്രയായിരിക്കും? രാത്രി സമയങ്ങളിൽ ഇഷ്ടമുള്ള ടൈം? രാത്രി സമയത്ത് ഇഷ്ടമുള്ള സമയം അങ്ങനെ ഒരു സമയമുണ്ടോ? എന്നാലും ചിലപ്പോൾ നമ്മുടെ ഷോ തുടങ്ങുന്ന ടൈം ആയിരിക്കും നമുക്ക് വാച്ച് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ 8 മണി. 8 മണി. അപ്പോൾ 8 മണിക്ക് നമ്മുടെ വീട്ടിലെ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദം. 8 മണിക്ക്? 8 മണിക്ക്. ഓക്കെ. അതിന്റെ ശബ്ദം ഇങ്ങനെ നോക്കും. ഇത് 10 മണിക്കാണെങ്കിൽ മാറുമോ?
10 മണിക്കാണേലും ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ പറയാൻ കാര്യം രാത്രി ആകുമ്പോൾ നിശബ്ദമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് Okay, ശാന്തമായിട്ട്. അപ്പൊ പകലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് catch നോട്ട് ചെയ്ത് ചെയ്യില്ല നമ്മൾ note ചെയ്തില്ല. ശരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു വീട്ടിലെ തീപ്പെട്ടി എടുത്തിട്ട് ആ കുലുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം നോക്കാം. തീപ്പെട്ടി കുലുക്കുമ്പോഴുള്ള ശബ്ദം. ഓക്കെ, ആ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെയാണ് കേട്ടോ. ആ അപ്പം ഞാൻ വേണ ശബ്ദം ഇടാം, തീപ്പെട്ടി വേണേ ഒന്ന് കുലുക്കിക്കോ. ആ ഓക്കെ. ആ ഇനി നമ്മളൊക്കെ വായിക്കോട്ട ഇടാറുണ്ടല്ലോ. ആ. അപ്പം നമ്മൾ കോട്ടയംകാരാണല്ലോ ഞങ്ങള്. ഞാൻ കോട്ടയത്താണ്, മണർകാടാണ്, പാലായാണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് എന്താണ് പറയുന്നത് അറിയത്തില്ല. കൂട്ടുവായാണോ കോട്ടുവായെന്നോ വായിക്കോട്ടാന്നോ അങ്ങനെ പലതും പറയാറുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ നായ്ക്കുട്ടി ഒരു പട്ടി കൂട്ടുവായിടുന്ന അങ്ങനെ നോക്കാം. ഓക്കെ. താങ്ക് യു. സോ അതായിരുന്നു സുഭാഷിന്റെ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് ചോദിക്കാം. ഉല്ലാസ് ചേട്ടാ ആൻഡ് കൊച്ചു പ്രേമി ചേട്ടാ പറയൂ, എന്തായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? സുഭാഷ് അടിച്ചു പൊളിച്ചു, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ സ്ഥിരം കേട്ടും കണ്ടും വരുന്ന സാധനങ്ങൾ തന്നെയാണ്, പക്ഷേ പലതിലും ഒരു വെറൈറ്റി കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സാധിച്ചിട്ടുണ്ട്. ഓക്കെ നന്നായിരുന്നു. ഓക്കെ സുഭാഷ്, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റു വേദികളിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.